എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, ഇന്ന് എന്ത് റീഡിങ് നോക്കാം. നിങ്ങളുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെപ്പറ്റി എന്ത് അഭിപ്രായമാണ് കീപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ. നിങ്ങളെപ്പറ്റിയുള്ള ഒപ്പീനിയൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ, നിങ്ങളുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്നവരുടെ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വേറെന്താണ്? വേറൊന്നുമില്ല, റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഒന്ന് ഷഫിൾ ചെയ്തോട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അവരെക്കുറിച്ച് കീപ്പ് ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണ്? അവരുടെ വ്യക്തി ഇൻക്ലൂഡഡായിട്ട് എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞു തരൂ. Six of Swords, Knight of Swords, Queen of Swords. എന്തത് സ്പോർട്സിൻ്റെ കാർഡ്സ് മൊത്തം. Six of Cups, Seven of Pentacles, Page of Wands, Empress, Ace of Wands, Five of Wands, Three of Swords, Knight of Pentacles, Knight of Cups, King of Pentacles. കേസ് ബൈ കേസ് എടുത്തോളണം. ചിലപ്പോൾ ഓരോ കാർഡായിരിക്കും ഓരോരുത്തർക്ക് റെസനേറ്റ് ആവുക. ഏതാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക. കാരണം ജനറൽ റീഡിംഗ് അല്ലേ, അപ്പോൾ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ അതിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഒന്നാമത് ആയിട്ട് നിങ്ങളെപ്പറ്റി പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, നിങ്ങളൊരാവശ്യത്തിന് അന്വേഷിച്ചാൽ കിട്ടില്ല. നിങ്ങളെപ്പോഴും കാലിൽ ചക്രം കെട്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ വീട്ടിലത്തെ ഒരാവശ്യത്തിന് അന്വേഷിച്ചാൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല എന്ന്. അത്യാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം ഇത് പറയുന്നത്. പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്യണം ഭയങ്കര സ്പീഡായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കണം ഭയങ്കര സ്പീഡായിരിക്കും, ഓഫീസ് വർക്ക് ആവട്ടെ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് സ്പീഡി മൂമെൻറ്റ്സ് ആണ് നടക്കുന്നത്, വളരെ സ്പീഡിലായിരിക്കും. നിങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഈ പാസാ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എല്ലാം വേഗം വേഗം നടക്കണം, മറ്റുള്ളവരും വേഗം വേഗം ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഈവൻ അടുക്കളയിൽ ജോലി ചെയ്യാണ്, നിങ്ങളുടെ ഒപ്പം മറ്റൊരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേസിൽ തന്നെ, നിങ്ങളുടെ സ്പീഡിൽ തന്നെ മറ്റൊരാളും ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഓഫീസ് ജോലിയോ അതെ, നിങ്ങൾ വിചാരിക്കുന്ന സ്പീഡിൽ മറ്റേ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ചെയ്തോളാം, ഞാൻ ഫിനിഷ് ചെയ്തോളാം എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളെ പറ്റിയിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് മുറിറുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെന്നും പൊതുവെ അഭിപ്രായമുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ തുറന്നടിച്ച് പറയാറുണ്ട്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാതെ ആരാണ് എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് അവിടെ ചിന്തയില്ല. ഓക്കെ, അതേപോലെ എടുത്തു ചാടി ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല. വളരെ ക്ഷമയോടെ ആലോചിച്ച് മാത്രമേ, ഒരു വാക്ക് പറയുന്നതിന് മുന്നേ പോലും നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് അത് പറഞ്ഞാൽ തെറ്റായി വരുമോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ പറയുക. പക്ഷെ പറയുന്ന ഒപ്പീനിയൻ വളരെ ക്ലിയർ കട്ടായിട്ട് പറയാനും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, മറ്റേ ആളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്നും പറയില്ല, പക്ഷെ
മുന്നിൽ നിൽക്കുന്ന ആള് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ നിങ്ങൾ മടിക്കാറില്ല. ഓക്കെ. അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് ചുറ്റുമുള്ളവർ പറയാറുണ്ടായിരിക്കും. ഓക്കെ. അതേപോലെ സൗഹൃദങ്ങൾ വർഷങ്ങളോളം കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന വ്യക്തിയാണ് എന്നും അഭിപ്രായമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ലോങ് ടേം ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും. അതായത് സ്കൂൾ കോളേജ് തലം മുതൽ ഈ സമയം വരെയും നിങ്ങൾക്ക് ഒരേ സുഹൃത്ത് ബന്ധങ്ങളാണ്. അഡീഷണൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്തുള്ള ആ ബന്ധങ്ങൾ ഇപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. എല്ലാവരുമായും വളരെ സൗഹൃദപരമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്ന് അവർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. എന്ത് സഹായത്തിനും നിങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ള രീതി. ഓക്കെ. സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ. അതേപോലെ ജോലിയിലും വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നും നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ അഭിപ്രായം ഉണ്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കും. നിങ്ങൾ പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി നിങ്ങൾക്കില്ല. ഏത് കാര്യവും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റം കാണും. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഓഫീസിലുള്ള മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത് വന്ന് സഹായങ്ങൾ ചോദിക്കാറുണ്ടായിരിക്കും. അതേപോലെ മറ്റുള്ളവരുടെ ജോലിയും വലിച്ചു വെച്ച് ചെയ്യുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട് കേട്ടോ. സഹായം ചോദിച്ച് വന്നിരിക്കുന്നവരുടെ ജോലി നിങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് ഫിനിഷ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഡിലേ ഇഷ്ടമില്ല. അപ്പോൾ ക്വിക്കായിട്ട് ഫിനിഷ് ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ തന്നെ ജോലി ചെയ്യും. അങ്ങനെ ഒരു കാര്യവും നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട്. വളരെ മനോഹരമായി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നും അഭിപ്രായമുണ്ട്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്പീച്ചൊക്കെ എഴുതാനാണ്, സ്പീച്ച് ഡെലിവറി, അതേപോലെ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ആണ് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അതേപോലെ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ തോന്നും. നിങ്ങളുടെ ശബ്ദം മനോഹരമായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കും. ചടുലമായി സംസാരിക്കാൻ അറിയാവുന്ന, മറ്റുള്ളവരെ പിടിച്ചിരുത്തത്തക്ക വാക്ചാതുര്യം നിങ്ങൾക്കുണ്ട് എന്നും ചുറ്റുമുള്ളവർ പറയാറുണ്ടായിരിക്കും. അതേപോലെ നിങ്ങളെ കാണാനും വളരെ സുന്ദരനോ സുന്ദരിയോ ആയിരിക്കും. എന്ന് വെച്ചാൽ വളരെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. ഓക്കെ. ഒരു സെലിബ്രിറ്റി ആണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ എന്നും ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. നിങ്ങളെ കാണാൻ മാത്രമല്ല നിങ്ങളുടെ പെരുമാറ്റവും മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. വളരെ കെയറിങ് ആയിട്ട്, വളരെ സ്നേഹമായിട്ട് അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾ ആദ്യം ഉണ്ടായിരിക്കും എന്നൊരു അഭിപ്രായം നിങ്ങളെ പറ്റിയുണ്ട്. ഓക്കെ. അതേപോലെ സ്വല്പം റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നും മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയാറുണ്ടായിരിക്കും കേട്ടോ. റൊമാൻസ് വളരെയധികം മനസ്സിൽ സൂക്ഷിക്കുന്ന, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെപ്പറ്റി പറയുന്നുണ്ടാവും. നിങ്ങൾ അവരെ റൊമാൻസ് ചെയ്യുന്ന രീതി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സ്വീറ്റായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ സന്തോഷിപ്പിച്ച് സംസാരിക്കുന്ന വ്യക്തി, പെരുമാറുന്ന വ്യക്തി, അങ്ങനെയൊക്കെ അവർക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ആസ് എ പാർട്ട്ണർ നിങ്ങളിൽ അവർ വളരെ ഹാപ്പിയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇതുവരെയും എത്തിയിരിക്കുന്നത് എന്ന് എല്ലാവരും പറയാറുണ്ടായിരിക്കും. കാരണം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് മുന്നേറിയ വ്യക്തി എന്ന് പറയില്ലേ, ഒന്നും നിങ്ങൾക്ക് ഈസി ആയിരുന്നില്ല ലൈഫിൽ. വളരെ എന്തിനും കുറേ എഫേർട്ട് എടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നും അഭിപ്രായമുണ്ട്. അതേപോലെ ചിലരെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി, ഒരു സെപ്പറേഷനിൽ കൂടിയൊക്കെ കടന്നു പോയിരിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഡൈവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റഡ് ആയി, അങ്ങനെയുള്ള രീതിയിൽ ഒരു സിവിയർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുള്ളവരും ഉണ്ടാവാം ഇതിൽ കേട്ടോ. കേസ് ബൈ കേസ് എടുത്തുള്ള. ഓക്കെ. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതിനുള്ള ഡിറ്റർമിനേഷൻ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ടാവും. ഹാർഡ് വർക്ക്, അതേപോലെ ഫൈനാൻസസ് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സേവിങ്സിനെ പറ്റിയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള അറിവ്, അതൊക്കെ വളരെ നല്ല ഒരു അഭിപ്രായമാണ് ചുറ്റുമുള്ളവർക്കുള്ളത് കേട്ടോ. നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്.
എത്ര എഫേർട്സ് ഇടാനാ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ, ജോലിയിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, നിങ്ങൾ എത്ര എഫേർട്ട് വേണമെങ്കിലും ഇടും. ഓക്കെ, എന്ത് കഷ്ടപ്പാടായാലും മറ്റുള്ളവർക്ക് ഒന്നും കുറവ് വരരുത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തെറ്റ് കണ്ടാൽ നിങ്ങളത് ഓപ്പണായിട്ട് പറയുന്ന മുഖത്തേക്ക്, അതേപോലെ നിങ്ങളുടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന് ഉടനെ ഒരു മാപ്പ് പറയാനും നിങ്ങൾക്ക് മടിയൊന്നുമില്ല. നിങ്ങളത് അക്സെപ്റ്റ്, ശബ്ദങ്ങൾ ക്ഷമിക്കുക. എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ് നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്കറിയാം. ഹസ്ബൻഡ് തുമ്മൽ ഉണ്ട്, കാരണം മഴ പെയ്യുമ്പോൾ ആൾക്ക് തുമ്മൽ വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുമ്മലിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ക്ഷമിച്ചേക്കുക. ഓക്കെ, എനിക്കൊരു നിവൃത്തിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് മാപ്പ് പറയാനും നിങ്ങൾക്ക് മടിയൊന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതേപോലെ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്വഭാവം നാളെ ഒന്ന് അങ്ങനെയല്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളിൽ അവിടെയുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ജോലിയിലും നിങ്ങൾക്ക് വളഞ്ഞ വഴിയൊന്നുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് രീതിയാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് റെസ്പെക്റ്റുമാണ്. മനസ്സിലായില്ലേ? അവർക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാമെന്നാണ് അവരുടെ ഒരു ചിന്ത. വീട്ടുകാർക്ക് മാത്രമാണ് കുറച്ച് നിങ്ങൾ അവൈലബിലിറ്റി കുറവാണെന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉള്ളൂ. പക്ഷെ പൊതുവേ വീട്ടിലെ കാര്യങ്ങൾക്കും നിങ്ങൾ പരമാവധി അവൈലബിൾ ആവാൻ ശ്രമിക്കാറുണ്ട്. കംപ്ലൈൻറ്റ്സ് വരാതെ ഇരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ കാര്യം നടത്തിയെടുക്കും എന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരും നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു സുഹൃത്തുക്കളും എല്ലാവരും തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വസിക്കാവുന്ന തരം ക്യാരക്ടറാണ് എന്ന് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. അതേപോലെ പൈസ ചെലവാക്കാനൊക്കെ വളരെയധികം സൂക്ഷ്മതയുള്ള വ്യക്തിയാണ് എന്നും പറയാറുണ്ട് കേട്ടോ. അതേപോലെ സ്വല്പം റിലേഷൻഷിപ്പിലാവുമ്പോൾ നിങ്ങൾ കുറച്ച് പൊസസീവ്നെസ് കൂടുതലായിട്ട് കാണിക്കുന്ന വ്യക്തിയാണെന്ന് ചിലരുടെ പാർട്ട്ണറിന് അഭിപ്രായമുണ്ട്. വളരെ പൊസസീവ് ആയിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അതേപോലെ സേവിങ്സിൻ്റെ കാര്യത്തിലൊക്കെ, ഫൈനാൻസസ് വരുമ്പോൾ സേവിങ്സിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ കണിശമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അധികം ചെലവ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്നും നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട് കേട്ടോ. സ്പിരിച്വലി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയുന്നത്. അത്യാവശ്യം അമ്പലം പള്ളിയിൽ പോവുക, റെഗുലറായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക, യോഗയൊക്കെ ചെയ്യുന്നുണ്ടാവും, ഹീലിംഗ് ചെയ്യാറുണ്ടായിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവ് ഓറ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നും നിങ്ങളെപ്പറ്റി അഭിപ്രായം ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മനസമാധാനം കിട്ടുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട്. അതൊക്കെ അവർക്ക് എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സൺ, വളരെ പോസിറ്റീവ് ഓറ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അവർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. ഹെയറോഫൻറ്റ്, മറ്റുള്ളവർ നിങ്ങളുടെ ഉപദേശം ചോദിച്ച് വരാറുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലും അതേ ഫാമിലീനെയും വളരെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അതേപോലെ മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കാറുണ്ട്. സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കാറുണ്ട് എന്നും അവർ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തു നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങളുടെ കുടുംബമാവട്ടെ സുഹൃത്തുക്കളാവട്ടെ വിചാരിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ വളരെയധികം സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ്, റെസ്പെക്റ്റ് എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെന്നും അഭിപ്രായമുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസിനെ പറ്റി നിങ്ങളിങ്ങനെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതിൽ നിങ്ങൾ അത്യാവശ്യം ചിലവാക്കാറുണ്ട്, ആവശ്യത്തിന് ചിലവാക്കാറുണ്ട്, അനാവശ്യത്തിന് ചിലവാക്കില്ല എന്നേ ഉള്ളൂ. ആവശ്യങ്ങൾക്ക് നിങ്ങൾ നല്ലപോലെ തന്നെ ചിലവാക്കാറുണ്ട്.
സെൽഫ് ലവ് വളരെയധികം ചെയ്യുന്ന, മെഡിറ്റേഷൻസ് ചെയ്യുന്ന, സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന, ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. സ്വന്തം ജോലി ഉണ്ടായിരിക്കും, സമ്പാദ്യം ഉണ്ടായിരിക്കും. പലരും സ്വയം സമ്പാദിക്കുന്നതായിട്ടും സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. അതിന് നിങ്ങൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അതാണ്, നമ്മളെ സ്വയം റെസ്പെക്റ്റ് ചെയ്താലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ അല്ലേ. അത് വളരെയധികം വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ, അവർക്ക് പെർഫെക്റ്റ്ലി ഹാപ്പിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന രീതി, അത് ഫിസിക്കലി ആവട്ടെ ഇമോഷണലി ആവട്ടെ, നിങ്ങൾ ഫുൾ അവൈലബിൾ ആണ് അവർക്ക്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്. അവിടെ വേറെ ഒരു കൺസിഡറേഷനും ഇല്ല, യാതൊരു കണ്ടീഷനും ഇല്ലാതെയാണ് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത്. അതിൽ അവർക്ക് ഒരുപാട് സന്തോഷവും എന്താ പറയുക, നിങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കണം, അങ്ങനെ തന്നെയാണ് അവരുടെ ആഗ്രഹം. കാരണം നിങ്ങളെ പോലെ ഒരു പാർട്ട്ണർ അവർക്ക് ഇനി കിട്ടില്ല എന്ന് തന്നെ അവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ കുടുംബവും അങ്ങനെ തന്നെയാണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനോടുള്ള ഡെഡിക്കേഷൻ, ആ റെസ്പോൺസിബിലിറ്റീസ്, കെയർ, അതുപോലെ ഒരു വ്യക്തിയെ, അതായത് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അത് ആരും ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, സ്പൗസ്, കുട്ടികളായിരിക്കാം. അവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും ഒരു കുറവ് വരുത്താറില്ല എന്ന് തന്നെ നിങ്ങളെപ്പറ്റി അവർ ചുറ്റുമുള്ളവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നും കാണുന്നത്. അത്യാവശ്യം യാത്രകളൊക്കെ പോകാറുണ്ടായിരിക്കും. ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കാം. യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. എസ്പെഷ്യലി കടൽ തീരം, കായൽ തീരം, മലകളിലുള്ള പ്രദേശങ്ങൾ, അങ്ങനെയൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങൾക്ക് ചുറ്റിനുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ കഴിയുന്നിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഓഫീസിലുള്ള മറ്റുള്ളവർ എല്ലാവരുമായിട്ട്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ആരെ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ കോൾ എടുക്കും, സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, നിങ്ങൾ അവൈലബിൾ ആണ് അവർക്ക് എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് ആരുടെ കംപ്ലൈൻ്റ് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളെ ആവശ്യത്തിന് കിട്ടാറില്ല എന്ന് പറഞ്ഞില്ലേ, അത് ആരുടെ കാർഡാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് സ്പെസിഫിക്കലി കുറച്ച് പേരുടെ കാർഡായിരിക്കാനാണ് സാധ്യത. പക്ഷെ പൊതുവേ എനിക്ക് ബാക്കി കാർഡ്സ് നോക്കിയപ്പോൾ മനസ്സിലായത് നിങ്ങൾ അവൈലബിൾ ആണ്. അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഓവർ പൊസസീവ് ആയിട്ടുള്ള ഏതോ ഒരു പാർട്ട്ണറുടെ കംപ്ലൈൻ്റ് ആയിരിക്കണം നിങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ പൊതുവേ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഓഫീസിലായാലും നിങ്ങൾ അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ അത്ര പെട്ടെന്ന് ദേഷ്യം വരാത്തൊരു വ്യക്തിയുമായിരിക്കാം. കഴിയുന്നതും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ആരുമായിട്ടാവട്ടെ അത് സോൾവ് ചെയ്തു പോകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. പ്രശ്നങ്ങൾ വഷളാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടവുമാണ് എന്ന് തന്നെയാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നും കാണുന്നതാണ്. അത്ര വേഗം ദേഷ്യം വരാറില്ലായിരിക്കും. വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. സ്പിരിച്വലി നല്ലപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത്യാവശ്യം അമ്പലം, പള്ളി വിസിറ്റൊക്കെ റെഗുലറായിട്ട് ചെയ്യാറുണ്ടായിരിക്കും. നാമജപങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും, പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടായിരിക്കും, മെഡിറ്റേഷൻ, ഹീലിംഗ് എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കാമാണ് എന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പറയാറുണ്ട്. ഓക്കെ, വളരെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ഗവൺമെൻറ് ജോബിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. അത്യാവശ്യം റെസ്പോൺസിബിലിറ്റീസ് എല്ലാ രീതിയിലും ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് വളരെ പ്രഗത്ഭമായി ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് എടുക്കാൻ പോവാണ്. ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ലാസ്റ്റ് കാർഡ് എടുക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള, പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാത്ത, പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഒരു ബിസിനസ്സാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ് ആക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവ് തിങ്കിങ് കീപ്പ് ചെയ്യുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, അങ്ങനെ പറയില്ലേ, ഇവർ തൊട്ടാൽ അത് പൊന്നാവും
എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നും പൊതുവെ അഭിപ്രായമുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ ചെന്നാലും ആ എൻവയറമെൻറ്റിൽ, ആ ചുറ്റുവട്ടത്ത് നിങ്ങൾ ഒരു സന്തോഷം ഉണ്ടാക്കും. ചിരിച്ച് സംസാരിക്കുക, ഇപ്പോൾ ഒരു ഇവൻറ്റിൽ പോയി അവിടുത്തെ ജീവനായി മാറുക, എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിച്ച് അവരെ ഹാപ്പിയാക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട്. പൊതുവേ ഇപ്പം നിങ്ങളുടെ ക്യാരക്ടർ എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കൂ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ, റെസ്പോൺസിബിൾ ആയിട്ടിരിക്കൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.